നിയമപരമായി ഒരു എക്സ്പോർട്ടർ ആവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യമായി ഒരു എക്സ്പോർട്ട് ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. ആ എക്സ്പോർട്ട് ലൈസൻസ് എടുക്കുന്നതിന് കുറച്ച് പ്രൊസീജിയറുകളൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രൊസീജിയറുകളെല്ലാം കൃത്യമായി ചെയ്താൽ നമുക്ക് എക്സ്പോർട്ട് ലൈസൻസ് കിട്ടും. ഈ എക്സ്പോർട്ട് ലൈസൻസ് എന്നുള്ളത് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു പേരാണ്. ശരിക്കും ടെക്നിക്കലായിട്ട് അതിൻ്റെ നെയിം വരുന്നത് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ എന്നുള്ള പേരിലാണ്. അതായത് ഒരു എക്സ്പോർട്ടറിന് ഒരു കോഡ് നമ്പർ, നമ്മൾ ഈ പാൻ നമ്പർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കോഡ് നമ്പറാണ് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്ത് തരുന്നത്. DGFT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റാണ് നമുക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് തരുന്നത്. അത് ഒരു പ്രാഥമികമായ ലൈസൻസ് മാത്രമാണ്. അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പറാണ് അവർ തരുന്നത്. ഈ കോഡ് നമ്പർ 10 ഡിജിറ്റ് ആണുള്ളത്. നേരത്തെ അത് 10 ഒന്നിൽ തുടങ്ങുന്ന ഒരു 10 ഡിജിറ്റ് ആയിരുന്നു. പിന്നീട് അത് ഏതാണ്ട് 2018 കാലഘട്ടമായപ്പോഴേക്കും അത് അവരവരുടെ പാൻ നമ്പറിലേക്ക് അത് മാറുകയാണ് ചെയ്തത്. അത് ഒരു വ്യക്തിയുടെ പേരിൽ, അതായത് ഒരു പ്രൊപ്പറേറ്റർഷിപ്പിലുള്ള സ്ഥാപനമാണെങ്കിൽ ആ പ്രൊപ്പറേറ്ററുടെ പാൻ കാർഡ് നമ്പർ തന്നെ ആയിരിക്കും ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ ആവുന്നത്. അതൊരു പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റഡ് കമ്പനിയാണോ, ഇതേതായാലും ആ കമ്പനിയുടെ പേരിലോ ആ പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൻ്റെ പേരിലോ ഒരു പാൻ കാർഡ് ഉണ്ടാവും. ആ പാൻ കാർഡ് നമ്പർ ആയിരിക്കും നമ്മുടെ എക്സ്പോർട്ട് കോഡ് നമ്പറായി വരുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ DGFT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് ഇഷ്യൂ ചെയ്ത് നമുക്ക് തരുന്നത്. ഈ ഒരു കോഡ് നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് നിയമപരമായി നമ്മളൊരു എക്സ്പോർട്ടറായി മാറിക്കഴിഞ്ഞു. ഈ കോഡ് നമ്പർ കിട്ടുന്നതിന് എന്തൊക്കെയാണെന്നുള്ളത് അറിയണ്ടേ? അത് പറഞ്ഞുതരാം. ഒരു ബാങ്ക് അക്കൗണ്ട്, GST രജിസ്ട്രേഷൻ, പാൻ കാർഡ്, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കോഡ് നമ്പർ കിട്ടും. ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യം പറഞ്ഞത് സ്ഥാപനത്തിൻ്റെ പേരിലായിരിക്കണം. പാൻ കാർഡ് പ്രൊപ്പറേറ്റർ ആണെങ്കിൽ, അതായത് പ്രൊപ്പറേറ്റർഷിപ്പുള്ള സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ പാൻ കാർഡ് പ്രൊപ്പറേറ്ററുടെ പാൻ കാർഡ് മതി. പിന്നെ GST രജിസ്ട്രേഷൻ, നമ്മുടെ ഏത് സ്ഥാപനത്തിൻ്റെ പേരിലാണോ നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു GST രജിസ്ട്രേഷൻ കൂടി നമുക്ക് ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ നിയമപരമായ ഒരു എക്സ്പോർട്ടറായി മാറും. അത് ഇമ്പോർട്ടർ കൂടിയാണ്. ഇമ്പോർട്ട് കോഡ് നമ്പർ എന്നാണ് പറയുന്നത് ലൈസൻസിന്. അതായത് ഈ എക്സ്പോർട്ട് ചെയ്യാം, അതേ ലൈസൻസിൽ തന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. ഇത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, ഇതൊരു ബേസിക് ലൈസൻസ് മാത്രമാണ്. നമ്മൾ പിന്നെ ഇവിടെ കുറേ അധികം കാറ്റഗറികളെല്ലാം ഉണ്ട്. പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറി അനുസരിച്ച് നമുക്ക് അഡീഷണൽ പെർമിറ്റുകളോ കാര്യങ്ങളോ ഒക്കെ വേണ്ടതായിട്ട് വരും. അതെന്താണെന്ന് അതിൻ്റെ നിയമങ്ങളെല്ലാം പരിശോധിച്ചിട്ട് അതിനനുസരിച്ച് എന്താണോ പെർമിറ്റുകൾ അഡീഷണലായിട്ട് വേണ്ടത് ആ പെർമിറ്റുകളെല്ലാം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. തുടർന്ന് വരുന്ന വീഡിയോകളിലെല്ലാം ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്.